ഒന്നൊന്നര കല്യാണം കൂടി വൈബാണ്. എന്താ പറയുക, ഇഷ്ടം പോലെ ചിരിക്കുകയാണ്. ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് പക്ക എൻ്റർടൈനറാണ്. പൃഥ്വി ആൻഡ് ബേസിൽ കോംബോ ഒരു ഒന്നര ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര അവരുടെ റാപ്പ് നന്നായി പോകട്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ തുമ്പ പടം വേറെ ലെവലാവുക. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല, അതേ പറയില്ല. പക്ഷെ അത് പടത്തിൻ്റെ ലെവല് മാറ്റി. ഒരു മാരക പടം ഒന്നുമില്ല, ഇഷ്ടം പോലെ ചിരിക്കാനുള്ള പടം. സ്റ്റാർട്ടിങ് പോലെ എന്തുവരെ എൻ്റർടൈനർ, ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും വന്ന് ഇഷ്ടം പോലെ ചിരിക്കാനുള്ള പടം. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ചിരിച്ചിട്ട് അവിടെ എപ്പോഴും കേൾക്കുക. സോ എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണാൻ എൻജോയ് ചെയ്യുക. 2-3 തവണ കാണാനുള്ള പടമുണ്ട്. മലയാളത്തിൻ്റെ 100 കോടി നെക്സ്റ്റ് 100 കോടി എനിക്ക് തോന്നുന്നു. ആൻഡ് പൃഥ്വിയുടെ ലൈക്ക് എപ്പോഴും കോമഡി ചെയ്യുമ്പോൾ കുറച്ച് ഓവറാണെന്ന് എല്ലാവർക്കും ഇതുണ്ട്. പക്ഷെ ഇതിനകത്ത് പുള്ളി ഒരു പക്ക സെറ്റ് വൈബായിരുന്നു. മൊത്തത്തിൽ ഐ എം വെരി ഹാപ്പി. അമ്പലനടയിലെ പടം അത് ഫുൾ കോമഡി എൻ്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. അത് ത്രൂ ഔട്ട് കോമഡി, ബേസിൻ്റെ ആയാലും പൃഥ്വിൻ്റെ ആയാലും കോംബോ ഫുൾ കോമഡിയിലാണ് ചെയ്തത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ പൃഥ്വിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളുണ്ട്. അതിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസും എനർജിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് ലാഗ് എന്ന് പറയുന്ന സാധനം ഈ പടത്തിലുണ്ട്. ഫുൾ എൻ്റർടൈനറായിട്ട് നമുക്കിരുന്ന് കുടുംബസമേതം കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. അതാ പറഞ്ഞത്, ബേസിനും പൃഥ്വിരാജാണ് ഇതിൽ കോമഡി കുറച്ച് കൂടുതൽ കൈകാര്യം ചെയ്തത്. ബേസിൽ മാത്രമല്ല എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, എന്തായാലും ത്രൂ ഔട്ട് കോമഡിയാണ്. ബേസിലും പൃഥ്വിരാജിൻ്റെ കോമ്പോ സൂപ്പർ. എന്താ പറയുക, സെറ്റ്. എന്താണെന്നറിയോ, കുറേ പേരോട് പറഞ്ഞപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ആവുക. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഫാമിലി കാണാൻ പറ്റിയൊരു മൂവി, ഗ്രൂപ്പായിട്ട് വന്ന് കാണാൻ പറ്റിയ മൂവി, ഒരു കല്യാണം കഴിഞ്ഞു. അതാണ് ബേസിൽ കലക്കലല്ലേ എപ്പോഴും. ബേസിൽ എന്താ പറയാനുള്ള, ബേസിൽ എന്താ പറയുക, സൂപ്പർ ക്യാരക്ടറാണ്, ഒന്നും പറയാനില്ല. പടം നല്ല ബ്രോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ പടം നമ്മൾ വിചാരിച്ച കണക്കൊന്നല്ല. ഞാൻ പ്രതീക്ഷയെക്കാട്ടി ഒരുപാട് ബോളി വന്നിട്ടുണ്ട് പടം. കാര്യം നല്ല സിറ്റുവേഷൻ കോമഡിയാണ്. കോമഡി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വിജയശ്രീവാസം പിന്നെ പറയേണ്ട കാര്യമില്ല, വേറെ ലെവലാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് എടുത്തു വേണ്ടത് ഇപ്പോഴത്തെ ഒരു പടത്തെ ട്രെൻഡാണല്ലോ, പിന്നെ പഴയ പടത്തിൻ്റെ പാട്ട് കയറ്റി ഇട്ടിട്ട് പിന്നെ സ്റ്റൈലായിട്ട് ഇട്ടിട്ട് ഒരു പരിപാടി അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അതെല്ലാ പടത്തെ പടം പോലെ ഇപ്പം പിടിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ പടത്തും ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. അതോടെ വന്ന ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പടം. പിന്നെ പൃഥ്വിരാജ് നന്ദനനാഥ് തന്നെ സാധനം ക്ലൈമാക്സ് വരുന്നുണ്ട്. നന്ദനനാഥ് ഒരു അഭിനയിച്ചൊരു പുള്ളിയില്ലേ, കൃഷ്ണനാണ് അഭിനയിച്ചത്, അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം വന്ന് കുറേ സീനാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സെറ്റ് ആകുന്നുണ്ട് പടം. പിന്നെ പടം വേറെ നല്ല ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഫാമിലിക്കും പിള്ളേർക്കും ഏത് പ്രായക്കാരും കാണാൻ പറ്റിയ പടം. അതായത് ചിരിക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് ബോറടിക്കുന്നില്ല. പടം 100% ഹിറ്റാകും, 100% ഉറപ്പാണ്, ഒരു സംശയമില്ല. കാണുകയാണെങ്കിൽ പടം ഇഷ്ടപ്പെടും. കാരണം പ്രത്യേക ലോജിക്കോ അങ്ങനെ റിയലിസ്റ്റിക്കോ ഒന്നല്ല, ആദ്യമാണ് ഒട്ടും റിയലിസ്റ്റിക്കാണ്. പിന്നെ ബേസിൽ ടൈപ്പ് കാസ്റ്റ് ആവണം. ഒരു ആക്ടർ എന്നതിൽ എല്ലാ സിനിമയിലും ഒരേ റോളെ ചെയ്യും, കോമഡി മാത്രം ചെയ്യും. പിന്നെ അഭിനയിച്ച നമ്മൾ പക്ഷേ അഭിനയം തന്നെ ഡയറക്ടർ എന്ത് പറഞ്ഞാൽ അതുപടി ചെയ്യല്ല. കാരണം ബേസിൽ സ്ക്രിപ്റ്റ് കാണാം, സ്ക്രിപ്റ്റിൽ ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു കാര്യം പറയാനല്ലോ, ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്ത് കാണാണെങ്കിൽ ഇഷ്ടപ്പെടും. കോമഡി ഉണ്ടോ പടത്തിലെ? കോമഡി കാര്യങ്ങൾ കോമഡി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കോമഡി ആണ് ഇഷ്ടമാണ്. പക്ഷേ കോമഡിക്ക് ആദ്യമേ കോമഡി എൻജോയ് ചെയ്യും. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും കോമഡി നിലവാരം താഴ്ന്നു. അത് ചിരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ശരിയാണ്. ഒരു എന്താ പറയുക, നമുക്ക് ഒരു ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. അതായത് ബ്രെയിൻ ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. കാരണം പ്രത്യേക ലോജിക്കൊന്നും ഞാൻ കാണുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പുതിയ റിപ്പോർട്ട് ചെയ്യാൻ അറിയാം. ജയജനാത്രൊന്നും എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല. എനിക്ക് കണ്ടിട്ട് അത്ര മുമ്പ് പടം സൂപ്പർ ഹിറ്റ് ഓടും. എന്ത് പറയാനായിട്ട്, മെയ് 16 എന്ന ദിവസം ഒരു മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായി തീരും. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആനന്ദകരം, അതായത് ചിരിയാണ് കേട്ടത്. അത് ഫുൾ ഈ പടത്തിന് വർക്കൗട്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ചിരിച്ചുല്ലസിച്ച്, എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കാത്ത ഒരു ആൾ പോലും ചിരിച്ചു പോകും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ബേസിലൊക്കെ എങ്ങനെയുണ്ട്? ബേസിൽ ജോസഫിൻ്റെ ഒന്നും പറയാനില്ല. ബേസിൽ എന്ത് പറയാനുള്ളത്, കാരണം അദ്ദേഹം ഡയറക്ടറാണെങ്കിലും അഭിനയിച്ച് വേറെ പൊളിച്ച് കളഞ്ഞു. കാരണം പൃഥ്വിരാജും ബേസിലായിട്ട് ഒരുപാട് നേരം എനിക്കൊന്ന് അവർ തമ്മിലുള്ള സീനാണ് കൂടുതലുള്ളത് ഈ പടത്തിൽ. നല്ല വർക്കൗട്ടാണ്, നല്ല നമുക്ക് ചിരിക്കാൻ പറ്റിയ നല്ല എന്താ ഡയറക്ഷൻ, സൂപ്പർ. എല്ലാവരും എന്തായാലും ഫാമിലിയായിട്ട് വന്ന് കാണുക. വെക്കേഷൻ തീരുന്ന എൻ്റെ ഒരു അഭിപ്രായം, ആ കുട്ടികളെയും കൂടെ കൊണ്ടുവന്ന് തിയേറ്ററിൽ എല്ലാവരും കൂടെ വന്ന് കാണുക. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു പോകാം. ഒരു കല്യാണം കൂടി ചിരിച്ച് ഉല്ലസിച്ച് മനസ്സിന് സംതൃപ്തി നൽകുന്ന പടമാണ്. കൊടുക്കുന്ന കാശിന് 101% നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. ഓക്കെ, താങ്ക് യു.